നമസ്കാരം. ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സേതാസേതരോപനിഷത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പിസോഡ് 100. എപ്പോൾ അജ്ഞാനമില്ലായ്മ സംഭവിക്കുന്നു, അപ്പോൾ പകലില്ല, രാത്രിയില്ല, ഉണ്മയില്ല, ഇല്ലായ്മയുമില്ല. മംഗളരൂപനായ ആത്മാവ് മാത്രമേ ഉള്ളൂ. അത് നാശരഹിതമാകുന്നു. അത് ആദ്യത്തിനേക്കാൾ ശ്രേഷ്ഠവുമാകുന്നു. അതിൽ നിന്നാണ് പുരാണമായ പ്രജ്ഞ പ്രസരിക്കുന്നത്. ഈ ആത്മാവിനെ മേലോട്ട് പരിച്ഛേദിക്കുവാൻ കഴിയുകയില്ല, വിലങ്ങിനെയും ഗ്രഹിക്കുവാൻ കഴിയുകയില്ല, മദ്യത്തിലും സാധ്യമല്ല. അതിന് തുല്യമായ ഒരു വസ്തുവുമില്ല. യാതൊരു ആത്മാവിൻ്റെ പേര് എങ്ങും വ്യാപിച്ചിരിക്കുന്ന യശസ് എന്നാകുന്നു. ഇതിൻ്റെ രൂപം ഇന്ദ്രിയഗോചരമായ നിലയിൽ സ്ഥിതി ചെയ്യുന്നില്ല. ആരും അതിനെ കണ്ണുകൊണ്ടും കാണുന്നില്ല. യാവചിലർ ഇതിനെ നിർമ്മലമാക്കപ്പെട്ട മനസ്സുകൊണ്ട് ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നതായി അറിയുന്നു. അവർ മരണമില്ലാത്തവരായി ഭവിക്കുന്നു. ഭയന്ന ഒരുവൻ അങ്ങ് ജനിക്കാത്തവനാണ് എന്നതുകൊണ്ട് തന്നെ ശരണം പ്രാപിക്കുന്നു. ഹേ രുദ്ര, അങ്ങയുടെ ദാക്ഷിണ്യമുള്ള മുഖം യാതൊന്നാണോ, അതുകൊണ്ട് ഞങ്ങളെ നിത്യവും രക്ഷിച്ചാലും. ഹേ രുദ്ര, അങ്ങ് കുപിതനായി ഞങ്ങളുടെ പുത്രന്മാരിലും പൗത്രന്മാരിലും നാശം ചെയ്യരുതേ. ഞങ്ങളുടെ ആയുസ്സിനെ നശിപ്പിക്കരുതേ. ഞങ്ങളുടെ പശുക്കളെയും ഹിംസിക്കരുതേ. ഞങ്ങളുടെ കുതിരകളെയും നശിപ്പിക്കരുതേ. ഞങ്ങളുടെ വീരന്മാരെയും വധിക്കരുതേ. എല്ലായ്പ്പോഴും തന്നെ ഞങ്ങൾ അങ്ങേ ഹവിസ് കൊണ്ട് ആരാധിക്കുന്നുണ്ട്. നമസ്കാരം. അടുത്ത എപ്പിസോഡ്.